കഥ പറയുമ്പോൾ എന്ന സിനിമ മലയാളികൾ ആരും തന്നെ മറക്കാൻ ഇടയില്ല. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു സിനിമയാണ് കഥ പറയുമ്പോൾ എന്നുള്ളത്. ബാർബർ ബാലനെ മറക്കാൻ ആർക്കും തന്നെ ആകില്ല. വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു സിനിമ തന്നെയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ. അതിലെ ബാർബർ ബാലൻ്റെ വേഷം എല്ലാവർക്കും തന്നെ മറക്കാൻ കഴിയില്ല. അവസാനം കണ്ണീരോടുകൂടിയാണ് എല്ലാവരും ആ സിനിമ കാണുന്നത് തന്നെ. ഇപ്പോൾ അതിനെ ബാർബർ ബാലൻ്റെ രണ്ടാമത്തെ മകളായ സീന പങ്കുവച്ചൊരു ചിത്രമാണ് വൈറലാകുന്നത്. ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അതേസമയമാണ് കഥ പറയുമ്പോൾ ഫിലിമിലെ ബാർബർ ബാലൻ്റെ രണ്ടാമത്തെ സീന എന്ന് കഥാപാത്രമായി അവതരിപ്പിച്ച രേവതി ശിവകുമാർ കഴിഞ്ഞ ദിവസമാണ് ബാർബർ ബാലൻ്റെ ഓർമ്മകളെല്ലാം പങ്കുവച്ചത്. ശ്രീനിയങ്കൾ എന്നൊരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ടില്ലെന്നും കുടുംബത്തിലെ അംഗത്തിലെ ഒരാളെപ്പോലെ കണ്ടുവെന്നും അതുതന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് എന്നും രേവതി പറഞ്ഞു. രേവതി കുറിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: എന്നെ സിനിമയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന എൻ്റെ ഗാർഡിയൻ, വഴികാട്ടി, എൻ്റെ ഗുരു. 2 സിനിമകളിൽ മകളുടെ വേഷം അഭിനയിക്കാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നും രേവതി വ്യക്തമാക്കി. രേവതിയുടെ കല്യാണത്തിനും ചെന്ന് അനുഗ്രഹം കൊടുത്തു എന്നും പറഞ്ഞു. അത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണോ എന്ന് പറഞ്ഞു. നവംബർ 20 രേവതി പങ്കുവച്ച ഈ ഒരു ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബാലൻ്റെ പരീക്ഷണിലെത്തി അവിടുത്തെ ഇപ്പോഴത്തെ ചിത്രങ്ങളെല്ലാം തന്നെ രേവതി പങ്കുവച്ചു. ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാലവും ഇടിഞ്ഞു പൊളിഞ്ഞ വീടും എല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ശ്രീനിവാസൻ്റെ വിയോഗം രേവതിക്ക് വലിയ എൻ്റെ ബാല്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എൻ്റെ ഗുരു, എൻ്റെ വഴികാട്ടി, എന്നെ ഞാനാക്കിയ എൻ്റെ ശ്രീനിയങ്കൾ എന്നാണ് രേവതി കുറിച്ചത്. എന്നെ കൈപിടിച്ച് സിനിമയിലേക്ക് കയറ്റിയതിനും എന്നെ വിശ്വസിച്ചതിനും എല്ലാത്തിനും നന്ദി എന്നും രേവതി അറിയിച്ചു. എന്തു തന്നെയായാലും ശ്രീനിവാസൻ്റെ വിയോഗം വളരെ ഒരു ദുഃഖകരമായി തന്നെയാണ് രേവതിക്കുള്ളത്. രേവതിക്ക് ഒരു അച്ഛന് തുല്യം തന്നെ ആയിരുന്നു ശ്രീനിവാസൻ എന്നുള്ള നടനും തിരക്കഥാകൃത്തും സംവിധായകനും. അതിനൊക്കെ ഉപരി നല്ലൊരു വ്യക്തിയും കൂടെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി. ശ്രീനിവാസൻ്റെ വിയോഗം വലിയൊരു ദുഃഖം തന്നെയാണ് സിനിമാ ലോകത്തിന് സംഭവിച്ചത്. ഒരു വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് 2 സിനിമയിൽ ശ്രീനിവാസൻ്റെ മകളായി അഭിനയിച്ച രേവതിക്കും ഉണ്ടായത് തന്നെ. വേറെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ മോഹൻലാലിനോടൊപ്പം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിരുന്നു രേവതി. വളരെയധികം ശ്രദ്ധ നേടിയൊരു കഥാപാത്രം തന്നെയായിരുന്നു. അതിൽ മോഹൻലാലിനോടൊപ്പമായിരുന്നു ആ രംഗം ഉണ്ടായിരുന്നത്.